സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ട്രാവലർ വാങ്ങിയതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലറിന് ഗ്രാഫ് അടിക്കാൻ പോകുന്നതാണ്. നമ്മുടെ ചെക്കൻ ബാക്കി സെറ്റായി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നല്ല വ്ളോഗ് എടുക്കുന്നത്, നമ്മൾ പുറത്തൊരു സ്റ്റാൻഡിൽ വന്നിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. നമ്മൾ ബസ് മേടിച്ച സ്ഥലത്താണ് നമ്മൾ ബസ് ഗ്യാരേജിലോട്ട് കയറ്റും. നമുക്കറിയാവുന്ന ഒരു ഗ്യാരേജാണ്, ശശിയണ്ണൻ്റെ ഗ്യാരേജിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ആയി വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടൻറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. എന്തായാലും നമുക്ക് നേരെ പോകാം. നമ്മൾ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ട്രാവലർ മേടിച്ച സ്ഥലത്ത് സിറ്റിയിലാണ് പോകേണ്ടത്. അവിടെ ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. അതിപ്പോൾ പഴയതൊക്കെ മാറി പുതിയതായി, അതുകൊണ്ട് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. നമ്മളിപ്പോൾ ഹൈവേ കയറിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു ടോൾ കഴിഞ്ഞ് മാത്രമേ നമുക്ക് സിറ്റിയിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റി എത്തിയിട്ട് കാണുന്ന. സോ ഗൈസ്, എല്ലാവരും പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക, അല്ലേ ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ പാർട്ട് 1 ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ നേരെ അതുപോയി കണ്ടേച്ച് മാത്രം നിങ്ങളിത് കാണുക. നമുക്കിനി ഒരു പാർട്ട് കൂടെ ഇറക്കാനുണ്ട്. ആ ഒരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RT ഓഫീസിൽ കൊണ്ട് പേപ്പറൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ച് സെറ്റാക്കുന്നതാണ്. നമ്മൾ ശശിയണ്ണനോട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ശശിയണ്ണൻ നമ്മളോട് ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ്. നമുക്ക് നാളെ വണ്ടി അടിച്ച് കിട്ടത്തുള്ളൂ, കാരണം ഒത്തിരി വണ്ടികൾ വേറെ പണിയാനുണ്ട്. അതുകൊണ്ടാണ് ശശിയണ്ണൻ നാളെ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരത്തെ അടിച്ചു തരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റിയിൽ ചെന്നിട്ട് കാണാൻ. ഇവിടെ ഒരു ടോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റോൾ കഴിയുമ്പം സിറ്റിയിലെത്തും. സോ ഗൈസ്, നമ്മളിതേ സിറ്റിയിലെത്തി വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. ഗൈസ്, വണ്ടി ഞാൻ ജസ്റ്റ് മിസ്സിനാണ് കൊണ്ടിട്ടേക്കുന്നത്. തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ശശിയണ്ണനകത്താന്ന് തോന്നുന്നു. വണ്ടി കൊണ്ടിട്ട് അറിഞ്ഞത് പോലും ഇല്ല. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ചെന്ന് പറയാം ശശിയണ്ണനോട് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ. എങ്കിലും നമുക്ക് ഇന്നൊന്നുകൂടെ ചെന്നൊന്ന് പറഞ്ഞു നോക്കാം. ശശിയണ്ണൻ പുറത്ത് ഓഫീസിൽ ഇരുന്ന് ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. ശശിയണ്ണൻ വണ്ടി കൊണ്ടിടുന്ന കണ്ടു, പക്ഷെ നമ്മളാരാന്ന് കണ്ടില്ല. നമുക്ക് എന്തായാലും ശശിയണ്ണനെ പോയി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ശശിയണ്ണ കേൾക്കുന്നില്ലയോ? ശശിയണ്ണ. ആ മോനെ, ദാ വരുന്നു. പോരാ ഗൈസ്, ശശിയണ്ണൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശശിയണ്ണനെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ശശിയണ്ണൻ എനിക്ക് ഇന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞായിരുന്നു. ആ മനസ്സിലായടാ മോനെ. ഞാൻ എന്തായാലും നാളത്തേക്ക് സെറ്റാക്കി വെച്ചേക്കാം മോനെ. അണ്ണാ, അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്ണാ? അതൊക്കെ ഒന്ന് പറ, ഞാനിപ്പോൾ തരാം. മോനെ, അതിൻ്റെ റേറ്റ് വരുന്നത് 30,000 രൂപയാണ്. മോൻ എന്തായാലും എനിക്ക് 20,000 രൂപ വെച്ച് തന്നാൽ മതി. മോൻ എപ്പോഴും ഇവിടെ വരുന്നതായതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ച് തരാം. അണ്ണാ, എന്നാൽ ഞാൻ പോട്ടെ, നാളെ വരാം. അണ്ണൻ വിളിച്ചാൽ മതി. ആ മോനെ, ശരി, ഞാൻ നാളെ വിളിക്കാം. അന്നേരം വന്നാൽ മതി. സോ ഗൈസ്, ശശിയണ്ണൻ രാവിലെ വിളിച്ച്. ഞാനിപ്പം ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. എന്നെ അച്ചു കൂടെ കൊണ്ട് ഡ്രോപ്പാക്കി. ചിന്നാടനാണ്. ചിന്നാടൻ നമ്മളെ ഒമ്നി വാനകത്തുകൊണ്ട് ഇവിടെ ഡ്രോപ്പാക്കിയിട്ടാകും പോയി. നമുക്ക് വണ്ടി നോക്കാം. വണ്ടി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ശശിയണ്ണൻ ഇതോടെ കൊണ്ടിട്ട്. ശശിയണ്ണൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് എടുത്തോളാൻ പറഞ്ഞ്. വണ്ടി അതാ കിടക്കുന്നു. വണ്ടി കൊണ്ട് ഒളിപ്പിച്ചിട്ടേക്കുന്നു. നമുക്ക് എന്തായാലും വണ്ടി ലുക്കൊന്ന് നോക്കാം. എൻ്റെ മോനെ, ആ സൈഡ് ലുക്കൊക്കെ ഒന്ന് നോക്കിയേ. ആ വീൽ കപ്പും കാര്യങ്ങളൊക്കെ റെഡ് കളറ് എന്തായാലും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരിയണ്ണൻ വണ്ടി നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പോയിലർ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തത്. അത് വേറെ കളർ കൊടുത്താൽ അലമ്പാവും. അതുകൊണ്ട് നമ്മളൊന്നും കൊടുത്തില്ല. നമ്മുടെ ബാക്കിലെ വീൽ കപ്പിനകത്തൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സൈഡിൽ മഞ്ഞയും ബ്ലാക്കും കൂടെ ഒരു കോംബോ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അത് വെള്ളയ്ക്കകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ റെഡും ബ്ലാക്കും കൊടുത്ത്. അപ്പം നമുക്ക് എന്തായാലും വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം. ഗൈസ്, വണ്ടിയുടെ അകം നോക്കുവാണെങ്കിൽ ഞാനിന്ന് ഓർഡർ ചെയ്ത ആ മിനിയേച്ചറിൻ്റെ ട്രാവലർ ഞാൻ ഇന്ന് കൊണ്ട് ശശിയണ്ണൻ്റെ കൊടുത്ത്. ശശിയണ്ണൻ അതിൻ്റെ ഗ്രാഫൊക്കെ അടിച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതെന്തായാലും പൊളിയായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഗ്രാഫ് തന്നെ അതിനകത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞാൽ മെഗാട്രൺ എന്നാണ്. എന്തായാലും ഇത് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പേരൊക്കെ നോക്കാം. പേര് നമ്മളെ ടീമിൻ്റെ പേര് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മാറ്റി പേരൊന്നും വെച്ചിട്ടില്ല. മാറ്റി പേര് വെച്ചാൽ അലമ്പാവും. അതുകൊണ്ട് നമ്മൾ വേറെ പേരൊന്നും വെച്ചില്ല, ഉണികൻ തന്നെ കൊടുത്ത്. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൺട്രോളൊക്കെ ശരിയാക്കിയെന്നാണ് പറഞ്ഞത്. സസ്പെൻഷനൊക്കെ ഇച്ചിരി താത്ത് വെച്ചെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ അതിനും കൂടെ ഇച്ചിരി കൂട്ടിയാണ് പൈസ കൊടുത്തത്. പൈസ എത്ര കൊടുത്തതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും നമുക്ക് ഓടിച്ചു നോക്കാം. ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല.
നല്ല കാര്യങ്ങൾ, നല്ല കൺട്രോളൊക്കെ കയ്യിലൊക്കെ നിൽക്കുന്നുണ്ട്. ഗൈസ് പിടിച്ചാൽ നിൽക്കുന്ന കൺട്രോളൊക്കെയാണ്. സോ ഗൈസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സോ ഗൈസ് പുതിയൊരു വീഡിയോ അല്ല, നമ്മുടെ പാർട്ട് 2 ആയിട്ട് കാണുന്നവരെ ഇപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം.